ഭാഗ്യം കിട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ച പാത്രം, ആ പാത്രം അവിടുത്തെ അല്ലാഹുവേ ഖസ്റജ് കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് കൊടുത്തു, അഹ്മദ് ഖസ്റജ് കൊടുത്തു. അപ്പോൾ ആ വലിയ ഭാഗ്യം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനാണല്ലോ കിട്ടിയത്. തന്റെ കൂടെ ഓതിപ്പടിച്ച ദർസിൽ ഓതിപ്പടിച്ച കുറെ മുസ്ലിയാക്കന്മാരുണ്ട്, പക്ഷേ അവർക്ക് ഇതൊന്നും കിട്ടിയില്ല. ആ കിട്ടാത്തതിന്റെ അസൂയയാണ്, വൈരാഗ്യമാണ് ഇവിടെ പലരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെന്ത് ചെയ്യാനാ? അസൂയക്ക് മരുന്നില്ലല്ലോ. അസൂയ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ഇതൊക്കെ. സഹോദരന്മാരെ, ഇവർ പറഞ്ഞു മുബാറക്കിനെ പെണ്ണിന്റെ മുടിയാണെന്നും മറ്റേതാണെന്നൊക്കെ കളിയാക്കി, അതേ ജാഥകൾ നടത്തുമ്പോൾ ഇവിടുന്ന് അങ്ങാടിയിൽ നിന്നൊക്കെ വാങ്ങിയ ആ എന്തോ പ്ലാസ്റ്റിക്കിന്റെ സാധനം ഇങ്ങനെ പിടിച്ചു വീശിക്കൊണ്ട് അവിടുത്തെ ഷാർ മുബാറക്കിനെ കളിയാക്കി ബക്കറ്റുകളും മറ്റ് പാത്രങ്ങളും പ്ലേറ്റുകളും കൊണ്ടുവന്ന് അതിനെ മുട്ടി കളിയാക്കി. ഈ നിലക്ക് സഹോദരന്മാരെ, ഇവിടുത്തെ RSSകാര് പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല, ബജറംഗികളും ചെയ്തിട്ടില്ല, ഒരു ഹിന്ദു പോലും ഇതിനെ പരിഹസിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. എവിടത്തോളം വഹാബികൾ പോലും ഇതിനെ അംഗീകരിക്കാത്ത വഹാബികൾ പോലും കാണിക്കാത്ത സംഗതികളാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പോലും എവിടെയെങ്കിലും റോഡുകളിൽ ഇങ്ങനെ ബട്ട മുട്ടിയിട്ട് കളിയാക്കിയത് നമുക്ക് നമ്മുടെ അറിവിൽപ്പെട്ടിട്ടില്ല. റോട്ടിൽ മുടി പിടിച്ചിങ്ങനെ കുലുക്കിയ സംഭവം മുജാഹിദുകൾ ചെയ്തതായി ഞങ്ങൾക്കറിയില്ല. അതേ സമയത്ത് സുന്നികളാണെന്ന പേരിൽ അറിയപ്പെടുന്ന ചിലർ ലോറിയുടെ മുകളിൽ കയറി അല്ലെങ്കിൽ മറ്റേ വാഹനത്തിന്റെ മുകളിൽ കയറി റോട്ടിന്റെ നടുവിൽ വെച്ചുകൊണ്ട് മുടി പിടിച്ചിങ്ങനെ കുലിക്ക് കളിയാക്കുന്ന കളിയാക്കൽ എന്താ? ഓ കൂട്ടരെ, നിങ്ങളെ ഈ വൈരാഗ്യം കൊണ്ടും അസൂയ കൊണ്ടും നിങ്ങൾ ആരെയാണ് കളിയാക്കുന്നത്? പൊന്നാര ഹബീബിനല്ലേ? അതല്ലേ ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് നബ്ഹാനി അവിടുത്തെ കിതാബിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖ് യൂസുഫ് നബ്ഹാനി, ബഹുമാനപ്പെട്ട താജുൽ ഉലമാ യൂസുഫ് നബ്ഹാനിയെ പറ്റി പലപ്പോഴും പറയാറുണ്ട്. കാരണം യൂസുഫ് നബ്ഹാനിക്ക് വലിയൊരു കിതാബുണ്ട്, സഅദത്തുദ് ദാറൈൻ എന്ന് പറയുന്ന കിതാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ മഹത്വം വിശദീകരിക്കുന്ന വലിയ ഗ്രന്ഥമാണ് സഅദത്തുദ് ദാറൈൻ. ആ സഅദത്തുദ് ദാറൈൻ പലപ്പോഴും ബഹുമാനപ്പെട്ട താജുൽ ഉലമ പറയാറുണ്ട്, അദ്ദേഹം ചില്ലറക്കാരനല്ല, വലിയ മഹാനാണ്, വലിയ ശൈഖാണ്. ആ യൂസുഫ് നബ്ഹാനിന്റെ കിതാബാണ് ജവാഹിറുൽ ബിഹാർ എന്ന് പറയുന്ന കിതാബ്. ആ കിതാബിന്റെ 3-ാം വാള്യം 464-ാം പേജിൽ കാണാം. എന്താണറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ആധാറുകളിൽ മുടിയും അതുപോലെ മറ്റ് കമീസുകളും ചെരുപ്പും അങ്ങനെ തുടങ്ങി അവിടുത്തെ തലയെക്കെട്ടും അങ്ങനെ തുടങ്ങിയുള്ള ആധാറുകളെ കളിയേക്കുന്നതും വിരോധിക്കുന്നതും ലോകത്ത് അതിനാദ്യമായി തുടക്കം കുറിച്ച ആളാരാണ്? അതേ മുഴുവൻ വഹാബികളുടെയും മൗദൂദികളുടെ നേതാവാകുന്ന സാക്ഷാൽ ഇബ്നു തൈമിയ എന്ന് പറയുന്ന മനുഷ്യനാണ്. ഇബ്നു തൈമിയാണ് ഇതിന് തുടക്കം കുറിച്ചത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ആധാറുകളെ ചോദ്യം ചെയ്യാനും അതിനെ പരിഹസിക്കാനും തുടങ്ങിയ മനുഷ്യനാണ് ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയെ സംബന്ധിച്ച് പൂർവ്വകാലഘട്ടത്തിൽ ജീവിച്ച ഒരുപാട് ഇമാമികൾ കാഫറാണെന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് തലക്ക് സുഖമില്ലാത്ത ആളാണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പണ്ഡിതന്മാർ മുഴുവനും വിമർശിച്ച ഒരു മനുഷ്യനാണ് ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയാണ് ലോകത്ത് ആദ്യമായി അല്ലാഹുവിന്റെ റസൂലിന്റെ ആധാറുകളെ ചോദ്യം ചെയ്തത്. എന്താണ് അദ്ദേഹം പറഞ്ഞ കാരണം അറിയോ? ആധാറുകളെ ചോദ്യം ചെയ്യാൻ അദ്ദേഹം പറഞ്ഞ കാരണം എന്താണ്? യൂസുഫ് നബ്ഹാനി പറയുകയാണ്, അതിന് അദ്ദേഹം കാരണം പറഞ്ഞു, ഈ ആധാറുകൾക്കൊന്നും സനദില്ല. ആധാറുകൾ
ഹദീസുകൾക്കൊന്നും സനദില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിനെ എതിർക്കുന്നത് എന്ന് ഇബ്നു തൈമിയ കാരണം പറഞ്ഞു. അപ്പോൾ അതേ കാരണമല്ലേ ഇവിടുത്തെ എസ്കാരും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സനദ് എവിടെയാണെന്നൊക്കെ ചോദിച്ച് സനദിന്റെ കാരണവും പറഞ്ഞിട്ട് ഇവർ വിമർശിക്കുന്നില്ലേ? ഇവരാരുടെ അനുയായികളാണ്? ഇമാമിയങ്ങൾ അനുയായികളാണോ? അല്ല മുജാഹിദിന്റെയും മൗദൂദിന്റെ നേതാവാകുന്ന ഇബ്നു തൈമിയയുടെ അനുയായിയാണോ? സനദ് വേണോലും ഇവരൊക്കെ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഡൽഹി ആഗ്രക്ക് പോയാൽ താജ്മഹലുണ്ട്. അപ്പൊ ഒരു എസ്റ്റേറ്റുകാരൻ അവിടെ പോയാല് ഇത് ഷാജഹാൻ നിർമ്മിച്ചതാണെന്ന് സനദ് എവിടെ? ഞങ്ങൾ അംഗീകരിക്കൂല. ഷാജഹാൻ കിട്ടിയതാണെന്ന് സനദ് എവിടെ? എവിടെ സനദ്? കെമ്പുകോട്ടെ എവിടെ സനദ്? കുറച്ച് കഴിഞ്ഞ് മൈസൂർ അരമന, മൈസൂർ പാലസ് വന്നു. അതിന്റെ ഉള്ളിൽ പോയി നോക്കിയാൽ ടിപ്പു സുൽത്താനിന്റെ ഷർട്ട് കാണാം, ടിപ്പു സുൽത്താനിന്റെ മറ്റേ വാല് കാണാം, അതുപോലെ തന്നെ പടയങ്കികൾ കാണാം, ഒരുപാട് സാധനങ്ങൾ കാണാം. ഒരു എസ്റ്റേറ്റുകാരന് പോയാലോ എവിടെ സനദ്? ആറ്റി ഓടിക്കും കൊണ്ടിരിക്കും ചവിട്ടി പോകുന്നു. എവിടെ കങ്കാനാടിന് വന്നതാന്ന് ചോദിക്കലോ ഇല്ലേ? നമ്മുടെ നാടുകളിൽ ഒരുപാട് ടിപ്പിന്റെ കോട്ടയുണ്ട്. അത് ടിപ്പിന്റെ കോട്ടയാണെന്ന് എല്ലാവർക്കും അറിയാം, അംഗീകരിച്ചതാണ്. എസ്കാരനോ സനദ് എവിടെയാണ് കൂട്ടരെ സനദ്? ഞങ്ങൾ ചോദിക്കട്ടെ, ഇത്തരം സംഗതികൾ ഇവിടെയുള്ള ടിപ്പിന്റെ കോട്ടകൾ അത് ടിപ്പുവിന്റേതാണെന്ന് പറയാൻ സനദോട്, താജ്മഹൽ ഷാജഹാൻ കെട്ടിയതാണെന്ന് പറയാൻ സനദോട്, അതുപോലെ കെമ്പുകോട്ട എന്ന് പറയുന്ന ആ ബിൽഡിംഗ് മുഗൾ രാജാക്കന്മാർ നിർമ്മിച്ചതാണെന്ന് സനദോട്. ഇങ്ങനെ ചോദിക്കാൻ പലതുമുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു, ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി പറയുന്നത് കണ്ടോ, ഓ മനുഷ്യ നിനക്കറിയാമല്ലോ, അന്ന ശുഹ്റത പ്രസിദ്ധിയാവുക എന്നത് കാഫിയത്തുൻ ഫീ സുബൂതി അസറിൽ ഖദമി ശരീഫ് ഫീ സഖറതി ബൈത്തുൽ മുഖദ്ദസ് വഗൈരിഹാ. ബൈത്തുൽ മുഖദ്ദസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മിഅ്റാജിന് പോയ ദിവസം അവിടുത്തെ പാറന്റെ മുകളിൽ നിന്നപ്പോൾ അവിടുത്തെ കാലിന്റെ അച്ഛ പാറന്റെ മുകളിലുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിന്റെ അഥറാണ്, അവിടുത്തെ അച്ഛാണെന്ന് ഇന്നും ലോകത്തുള്ള മുസ്ലിമീങ്ങൾ വിശ്വസിക്കുമ്പോൾ ഇബ്നു തൈമിയ്യ അതിനെ ചോദ്യം ചെയ്തു, അതിനെ വിരോധിച്ചു. അദ്ദേഹം അതിന്റെ കൊടുത്ത കാരണം അതിന്റെ സനദില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ യൂസുഫ് നബ്ഹാനി പറഞ്ഞു, അതിന്റെ സനദ് വേണ്ട, അതിൽ പ്രസിദ്ധി ഉണ്ടാവുക എന്നത് തന്നെ മതി. അതിൽ മാത്രമല്ല മറ്റുള്ള ആധാറുകളിലും സൂറത്ത് മാത്രം മതി, അതിന് സനദിന്റെ ആവശ്യമില്ല. എന്തേ കാരണം? ഇതിലായിരിക്ക അതിവിടെ തേടുന്നില്ല. ഒരു ശറഈയായ നിയമത്തിന് അത് സ്ഥിരപ്പെടുത്തുന്നതിനെ തേടുന്നില്ലല്ലോ. ഒരു ഹറാമിനെ ഹലാലാക്കലോ, ഒരു ഹലാലിനെ ഹറാമാക്കലോ, അങ്ങനെ തുടങ്ങി ശറഈന്റെ നിയമങ്ങളൊന്നും സ്ഥിരപ്പെടുത്തുന്ന ഏർപ്പാടിനില്ലല്ലോ. യൂസുഫ് നബ്ഹാനി പറയുന്നു, അങ്ങനെ ശറഈന്റെ ഒരു നിയമം സ്ഥിരപ്പെടുന്നുണ്ടെങ്കിലല്ലേ മുൻകാലത്തെ ഇമാമികളും പണ്ഡിതന്മാരും അതിന്റെ സനദുകളൊക്കെ അത്രക്കും സൂക്ഷ്മമായി ക്രോഡീകരിച്ചു വെക്കുന്നത്. അവർ അത് വെക്കാത്തത് എന്തുകൊണ്ട്? അതിന് സനദിന്റെ ആവശ്യമില്ല, അതിന്റെ സനദിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മുൻകാലത്തെ ഇമാമിയങ്ങളൊന്നും അതിന്റെ സനദ് അവർ ക്രോഡീകരിച്ചു വെച്ചില്ല. അത് ബർക്കത്തെടുക്കാനുള്ളതാണ്, പുണ്യം സമ്പാദിക്കാനുള്ളതാണ്, അല്ലാതെ മറ്റെന്തെങ്കിലും നിയമങ്ങളോ ഇസ്ലാമിന്റെ ശറഈന്റെ നിയമങ്ങൾ സ്ഥിരപ്പെടുത്തുന്ന വിഷയമല്ല. അതുകൊണ്ട് അതിന്റെ സനദിന്റെ ആവശ്യവുമില്ല.
എന്നിട്ട് യൂസുഫ് നബി പറഞ്ഞു. അവസാനം മഹാനവർ പറയുന്നു, സനത് ചോദിച്ചുകൊണ്ട് ആധാറുകളെ വിരോധിക്കുന്ന സംഗതി ഉണ്ടല്ലോ, അതല്ല ഇല്ല അദാവത്തും ഫിദ്ദീൻ, അത് ദീനിനോട് കാണിക്കുന്ന പകയാണ്, ശത്രുതയാണ് കേട്ടോ. ദീനിനോടുള്ള ശത്രുതയാണത്, വേറൊന്നുമില്ല. ദീനിന്റെ പ്രവർത്തനമല്ല, ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനമല്ല, മറിച്ച് ദീനിനോട് കാണിക്കുന്ന പകയാണ്, ശത്രുതയാ. എന്നിട്ട് പറയുന്നു, മുസ്ലിമീകളെ ഒരു ഖൈറായ സംഗതി ചെയ്യുന്നതിൽ തൊട്ട് തടുക്കലാ. അവരൊക്കെ ബർക്കത്തെടുക്കുന്നു, ആ ബർക്കത്തെടുക്കുന്നതിനെ ഇല്ലാതെയാക്കുന്ന ഏർപ്പാടാണ്, ഒരു നല്ല വിഷയത്തിന് തടുക്കലാണ്, അതല്ലാതെ മറ്റൊന്നുമല്ലെന്ന് ബഹുമാനപ്പെട്ട ശൈഖ് യൂസുഫ് നബ്ഹാനി റഹിമഹുല്ലാഹ് തന്റെ അജവാഹിറുൽ ബിഹാർ എന്ന കിതാബിന്റെ 3-ാം വാള്യം 465, 466 പേജുകൾ രേഖപ്പെടുത്തുന്നു. ആ ഇബ്നു തൈമിയയുടെ അനുയായികളാണ് ഇവർ. ഇവർക്കിവിടെ സുന്നത്ത് ജമാഅത്ത് പറയാൻ എന്താണ് അധികാരമുള്ളത്? വഹാബികളും ഇതല്ലേ പറയുന്നത്, വഹാബികളും പറയുന്നത് തന്നെയാണ് സനദവിടെ. പക്ഷേ പടച്ചൻ ഇവരെ നാവുകൊണ്ട് മുമ്പ് തന്നെ പറഞ്ഞു വെപ്പിച്ചു അല്ലേ? ഖസ്റജിന്റെ അടുക്കൽ നബിയുടെ മുടിയുണ്ട് എന്ന് ഇവരെ കൂട്ടത്തിൽപ്പെട്ട ഒരു മുസ്ലിയാർ തന്നെ മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. അള്ളാഹു ഇവരെ കൊണ്ട് പ്രസംഗിപ്പിച്ചതല്ലേ? അതുപോലെ ഇവരുടെ ഒരു മുസ്ലിയാർ റസൂലുള്ളാഹി തങ്ങളുടെ മുടിമുക്കിയ വെള്ളം, വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്തിലെ മുടിമുക്കിയ വെള്ളം 25,000 രൂപയ്ക്ക് വിറ്റ് ലേലം ചെയ്തു, ലേലം വിളിച്ചു, ഒക്കെ അള്ളാഹു ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. യഥാർത്ഥത്തിൽ അതിന് സനദില്ല. വെല്ലൂർ ബാക്കിയാത്തിലെ മുടിക്ക് സനതുണ്ടോ എന്ന് ചോദിച്ച് ഇന്ന് വരെ സനത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. എന്നിട്ട് മർക്കസിന്റെ മുടിക്കാണ് ഇപ്പൊ സനതി ഉദിക്കുന്നത്. സനതി അവരോട് 1000 വട്ടം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ മർക്കട മുസ്തി ഉണ്ടോ? മനുഷ്യനെ നന്നാകാൻ സമ്മതിക്കുന്നു. അതല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഇനാദ്, മർക്കട മുസ്തി എന്നുള്ളതുണ്ടല്ലോ, അത് മനുഷ്യനെ കുഫ്രിയത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുമെന്നാണ്. മർക്കടമുസ്തി അത് മനുഷ്യനെ കുഫ്രിയത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കും. ആ ഇനാദാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അവർക്ക് യാഥാർത്ഥ്യം അറിയാം. പക്ഷെ അറിഞ്ഞിട്ടും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും, സംഘടനാ നിലനിൽപ്പിന് വേണ്ടിയിട്ടും, അവരുടെ സ്ഥാനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയും ഈ കോപ്രാട്ടിത്തനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാ. അല്ലാഹു നമ്മളെല്ലാവരെയും അവരെ ശർറിൽ നിന്ന് കാക്കുമാറാകട്ടെ.